നഷ്ടത്തിൽ കൂപ്പുകുത്തുന്ന കെഎസ്ആർടിസിക്ക് പാരയായി അനധികൃത ബസ് സ്റ്റോപ്പുകളും നിലനിൽക്കുന്നതായി കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ കണ്ടെത്തൽ. ചീഫ് ഓഫീസിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരത്തിൽ നിരവധി അനധികൃത ബസ് സ്റ്റോപ്പുകൾ യൂണിറ്റ് ഓഫീസുകളിൽ നിന്ന് അനുവദിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് കർശന നടപടിക്കൊരുങ്ങുകയാണ് മാനേജ്മെന്റ്. ഇതിനു മുന്നോടിയായി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കെഎസ്ആർടിസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കത്ത് നൽകി. കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. ചില യൂണിറ്റ് ഓഫീസർമാർ ചീഫ് ഓഫീസിന്റെ അനുമതിയില്ലാതെ ബസ് സ്റ്റോപ്പുകൾ സ്ഥാപിക്കുന്നതായാണ് കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ കണ്ടെത്തൽ. ഇതുമൂലം സൂപ്പർഫാസ്റ്റ് അടക്കമുള്ള ദീർഘദൂര സർവീസുകളുടെയും ടൗൺ ടു ടൗൺ, പോയിന്റ് ടു പോയിന്റ് പോലുള്ള സർവീസുകളുടെയും യഥാർത്ഥ ഗുണം യാത്രക്കാർക്ക് ലഭിക്കാതെ പോകുന്നു. അനധികൃതമായി സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത് മൂലം സമയക്രമവും താളം തെറ്റുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരം അനധികൃത സ്റ്റോപ്പുകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ മാനേജ്മെന്റ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചീഫ് ഓഫീസിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച മുഴുവൻ സ്റ്റോപ്പുകളുടെയും വിശദാംശങ്ങൾ ഉടൻ അറിയിക്കാൻ കെഎസ്ആർടിസി ഓപ്പറേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ യൂണിറ്റ് ഓഫീസർമാർക്ക് കത്ത് നൽകി. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നതായും കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം അനധികൃത സ്റ്റോപ്പുകൾ സ്ഥാപിച്ചതിന്റെ ഉത്തരവാദിത്തം യൂണിറ്റ് ഓഫീസർമാർക്കായിരിക്കുമെന്നും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുമാണ് മാനേജ്മെന്റിന്റെ മുന്നറിയിപ്പ്. മാനേജ്മെന്റ് നിലപാടിനെ പിന്തുണച്ച് ജീവനക്കാരും രംഗത്തെത്തി. ദീർഘദൂര യാത്രക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ടൗൺ ടു ടൗണും പോയിന്റ് ടു പോയിന്റ് സർവീസുകളൊക്കെ തുടങ്ങുന്നത്. അതിൽ ഒരുപാട് സ്റ്റോപ്പുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കളക്ഷൻ കുത്തനെ കുറയാനേ സാധ്യതയുള്ളൂ. ലോങ് യാത്രക്കാർക്കൊക്കെ ഇത്തരം ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ അനധികൃതമായി നിർത്തുമ്പോൾ പ്രയാസം വരും. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കടക്കം വഴങ്ങിയാണ് യൂണിറ്റ് ഓഫീസർമാർ അനധികൃതമായി സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. മീഡിയ 1 കോഴിക്കോട്.